ഞാൻ 1985 പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞത് ഗൈനക്കിൽ. ഞാൻ പഠിച്ചത് കോട്ടയത്താണ് പോസ്റ്റ് ഗ്രാജുവേഷൻ. ആ സമയത്താണ് എനിക്ക് എൻ്റെ കുട്ടിയും ജനിച്ചത്, എൻ്റെ മകനും ജനിച്ചത്. അപ്പോൾ ആ ഒരു സമയത്ത് ആദ്യത്തെ വർഷം പ്രഗ്നൻസി എന്നും പറഞ്ഞ് അങ്ങനെ പോയി. സെക്കൻഡ് ഇയർ ഡെലിവറി കഴിഞ്ഞിട്ടുള്ള സമയമെന്നും പറഞ്ഞു പോയി. അങ്ങനെ വന്നതുകൊണ്ട് എനിക്ക് ആ സമയത്ത് എനിക്ക് ഒരുപാട് കേസുകളൊന്നും ചെയ്യാനുള്ള ഒരു ചാൻസ് കിട്ടിയിട്ടില്ല. നമ്മൾ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യുന്ന സമയത്താണല്ലോ നമ്മൾ ഓപ്പറേഷൻസൊക്കെ ചെയ്യാനും ഒക്കെ നമുക്ക് ചാൻസ് കിട്ടുന്നത്. നമ്മുടെ പ്രൊഫസേഴ്സും നമ്മുടെ സീനിയേഴ്സും ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ആ പ്രാക്ടിക്കൽ സൈഡ് ബാക്കിയുള്ളതെല്ലാം ഉണ്ടാവും, പക്ഷേ പ്രാക്ടിക്കൽ സൈഡ് ഒരുപാടൊന്നും ചെയ്യാൻ എനിക്ക് ചാൻസ് കിട്ടിയില്ല. അപ്പോൾ ഞാൻ പാസ്സായി ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. എൻ്റെ ഞാൻ എങ്ങനെ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എന്നുള്ളത്. ഡെലിവറീസ് ഒന്നും നമുക്ക് പ്രശ്നമില്ല, ഡെലിവറി സിസേറിനെല്ലാം നമ്മൾ ചെയ്യുമായിരുന്നു. പക്ഷെ അന്നൊക്കെ ഇങ്ങനെ ഓപ്പൺ സർജറിയാണ്, ഹിസ്റ്ററക്ടമി ഒക്കെ ഓപ്പണാണ് ചെയ്യണത്. അപ്പോൾ അതിനെപ്പറ്റി എനിക്കൊരു ചെറിയൊരു ഐ വാസ് അപ്രിഹെൻസീവ്, കുറച്ച് അപ്രിഹെൻഷൻ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം. ആ സമയത്ത് ഞാൻ എൻ്റെ PG കഴിഞ്ഞ് ജൂനിയർ ഗൈനക്കോളജിസ്റ്റായിട്ട് ലൂർദ് ഹോസ്പിറ്റലിലാണ് ജോയിൻ ചെയ്തത്. അന്ന് അവിടുത്തെ ഗൈനക്കോളജിസ്റ്റ് ചീഫ് ഡോക്ടർ വിക്ടറി ജോസി. അപ്പോൾ ഞാൻ അവിടെ ചെന്ന് ഞാൻ ഇൻ്റർവ്യൂവിന് ചെന്നപ്പോൾ തന്നെ ഡോക്ടറെ പരിചയപ്പെട്ടു. അപ്പോൾ ഡോക്ടർ എന്നെ ഏതോ കോൺഫറൻസിനൊക്കെ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞ് ഞാൻ എന്തോ പ്രസൻറ്റേഷൻ എന്തൊക്കെയോ ചെയ്തു എന്നൊക്കെ. അതിനൊക്കെ ഞാൻ വളരെ ആക്റ്റീവായിരുന്നു. ഓൺലി തിങ് ഈസ് ഈ സർജിക്കൽ സൈഡ് എനിക്ക് ഈ ഫിസിക്കൽ പ്രോബ്ലംസ് ഉണ്ടായിരുന്നത് കൊണ്ട് തലകറക്കം അങ്ങനെ ഇങ്ങനെയൊക്കെ കൊണ്ട് എനിക്ക് അധികം ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അത് ഡോക്ടർ പക്ഷേ ഇത് എന്നെ നോട്ട് ചെയ്തു. ഞാൻ ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പം എനിക്ക് ഉണ്ടായ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ, സാധാരണ എല്ലായിടത്തും ചെന്ന് കഴിയുമ്പോഴത്തേക്കും സീനിയേഴ്സ് ജൂനിയേഴ്സിനെ കൊണ്ടൊന്നും ചെയ്യിപ്പിക്കുകയില്ല, എല്ലാം അവരെ ഇങ്ങനെ മാറ്റി നിർത്തി അങ്ങനെയൊക്കെ ഒരു അനുഭവമാണ് പല സ്ഥലങ്ങളിലും പലർക്കും ഉണ്ടായിട്ടുള്ളതായിട്ട് ഞാൻ കേട്ടിട്ടുള്ളത്. പക്ഷേ ഡോക്ടർ വിക്ടറി വാസ് സംതിങ് വെരി ഡിഫറെൻറ്റ്. പുള്ളിക്കാരത്തിയാണ് നമുക്ക് ആ കോൺഫിഡൻസ് ഉണ്ടാക്കി തന്നത്. നിങ്ങളെ കൊണ്ട് അത് സാധിക്കും, നിങ്ങൾക്കത് ചെയ്യാൻ പറ്റും എന്നുള്ള ആ കോൺഫിഡൻസ്. നമ്മളൊരു കേസ് ചെയ്യാൻ നമ്മളെ ഏൽപ്പിക്കുമ്പം പുള്ളിക്കാരത്തി ആ ഒരു കോൺഫിഡൻസ് നമുക്ക് ഉണ്ടാക്കി തരുമോ. അതേപോലെ തന്നെ ഡോക്ടർ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, തിയേറ്റർ ഡേയിൽ നമുക്കൊരു ഹിസ്റ്ററക്ടമി ചെയ്യാനായിട്ട് തന്നിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾ 2-3 പേരുണ്ട് ജൂനിയർ ഗൈനക്കോളജിസ്റ്റ്. അപ്പോൾ 2 പേരെ കയറ്റിവിടും, ചെയ്തോളാൻ പറയും. എന്നിട്ട് പറയും, ഞാൻ ദേ പുറത്തുണ്ട്, അത്യാവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചോ, പക്ഷേ പറ്റുമെങ്കിൽ എന്നെ വിളിക്കാതിരിക്കണം, നിങ്ങൾ തന്നെ ഇത് ഹാൻഡിൽ ചെയ്യണം. അപ്പം അങ്ങനെ നമുക്കൊരു ധൈര്യമുണ്ട്, ആൾ പുറത്തുണ്ട്, പക്ഷേ നമുക്ക് തന്നേക്കുക, നമ്മളോട് ചെയ്തോളാൻ പറഞ്ഞു. അപ്പോൾ അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു എൻ്റെ മെൻറ്റർ എന്ന് പറഞ്ഞാൽ, ഞാൻ ആരെയെല്ലാം എത്ര പ്രൊഫസേഴ്സ് എന്നെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഷീ വാസ് റിയലി മൈ മെൻറ്റർ. ഷീ വാസ് മൈ ഫസ്റ്റ് ബോസ് ആൻഡ് ഷീ വാസ് മൈ മെൻറ്റർ. അപ്പോൾ ഇന്ന് ഞാൻ എന്ത് പറയുമ്പോഴും ഇപ്പോഴും ഞാൻ ഡോക്ടറെ വിളിച്ച് സംസാരിക്കുമ്പോഴും ഞാൻ പറയും, എനിക്കത് എൻ്റെ മനസ്സിൽ ഇപ്പോഴും അതാ ഉള്ളത്. വട്ട് എവർ ഐ ആം നൗ, യു ഗേവ് മീ ദ കോൺഫിഡൻസ് ടു ഗോ. അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു പ്രത്യേകിച്ച് എത്ര താങ്ക്സ് പറഞ്ഞാലും മതിയാവില്ല ഡോക്ടറുടെ അടുത്ത്. അത്രയും ഷീ ഹെൽപ്പ് മീ എ ലോട്ട്. മറക്കാനാവാത്ത ഒരുപാട് അനുഭവങ്ങളുണ്ട്. പക്ഷേ ഒരു മേ ബി 87-88 കാലഘട്ടത്തിലാണ്. അതായത് ഞാൻ ലൂർദിൽ കുറച്ച് നാൾ വർക്ക് ചെയ്തൊരു കോൺഫിഡൻസ് ഒക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങി. ആ കാലത്തൊക്കെ ഇങ്ങനെ മിഷൻ ഹോസ്പിറ്റൽസും നഴ്സിംഗ് ഹോം അങ്ങനത്തെ ഹോസ്പിറ്റൽസൊക്കെ ഉണ്ട്. എല്ലാ ഫെസിലിറ്റീസും ഉണ്ടാവും, പക്ഷേ ഇപ്പോഴത്തെ പോലത്തെ ഭയങ്കര മൾട്ടി സ്പെഷ്യാലിറ്റി ഒന്നും ആയിരിക്കത്തില്ല. മെഡിസിൻ, സർജറി, ഗൈനക്, പീഡിയാട്രിക്സ് ഇത്രയും ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ഒരു ഹോസ്പിറ്റലിൽ ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് അന്ന് അൾട്രാസൗണ്ട് ഒന്നും എല്ലായിടത്തും അവൈലബിൾ അല്ല. അത്യാവശ്യം നമ്മളൊരു കോംപ്ലിക്കേഷൻ ഉള്ള ഒരു പേഷ്യൻറ്റിനെ മാത്രമേ നമ്മൾ അൾട്രാസൗണ്ടിന് എവിടെയെങ്കിലും വിടുകയുള്ളൂ. മെയിൻ സിറ്റീസിൽ എറണാകുളം, തൃശ്ശൂർ അവിടെയൊക്കെ കാണുകയുള്ളൂ, അല്ലാതെ വേറെ എങ്ങും ഇല്ല. അപ്പോൾ നോർമലി നമ്മൾ ആരെയും പ്രഗ്നൻറ്റ് ലേഡീസിനൊന്നും സ്കാനൊന്നും ചെയ്യിക്കാറില്ല. അപ്പോൾ ഒരു ദിവസം ഒരു പേഷ്യൻറ്റ് പുറത്തുനിന്ന് ഔട്ട്സൈഡിൽ നിന്ന് വന്നതാണ്, നമ്മുടെ പേഷ്യൻ്റ് അല്ല. ഒരു പ്രാവശ്യം അങ്ങോട്ട് എപ്പോഴോ ഒരു ചെക്കപ്പിന് വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ അവർ പെയിനായിട്ടാണ് വരുന്നത്. അപ്പോൾ എന്നെ വിളിച്ചു, നാച്ചുറലി കോൾ വന്നു. ഞാൻ ചെന്നു, നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ഡെലിവറി ആവാനുള്ള പോസിബിലിറ്റി എല്ലാം കാണുന്നുണ്ട്, പക്ഷേ ഒരു വലിയ വയറാണ്, ബിഗ് അബ്ഡോമിനാണ്. അപ്പോൾ നമുക്ക് ഈ ലേബറിൽ കിടക്കുന്ന ഒരു പേഷ്യൻറ്റിന് ട്വിൻസ് ആണോ എന്നൊക്കെ കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പരിശോധിച്ച് നോക്കി ചെക്കപ്പിന് വരുമ്പോഴാണെങ്കിൽ നമുക്ക് പരിശോധിച്ച് കണ്ടുപിടിക്കാൻ പറ്റും.
ഹാർട്ട് ബീറ്റ് ചെക്ക് ചെയ്ത് നോക്കി. അന്ന് ഈ ഡോപ്ലറും ഒന്നുമില്ല, ഈ സ്റ്റെത്തോസ്കോപ്പും ഫീറ്റോസ്കോപ്പും ഒക്കെ വെച്ചാണ് നമ്മൾ ഹാർട്ട് ബീറ്റ് കേൾക്കണത്. അപ്പോൾ അങ്ങനത്തെ ഒരു കണ്ടീഷനാണ് അന്ന്. അപ്പോൾ ഇത് വലിയ ബേബിയാണല്ലോ, ഇത് ഡെലിവറി ആവുമോ എന്നുള്ള ഡൗട്ട് വന്നതുകൊണ്ട് ഞാൻ അവരുടെ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്ത് ഞാൻ പറഞ്ഞു നമുക്ക് നോർമൽ ഡെലിവറിക്ക് വെക്കണ്ട, നമുക്ക് സിസേറിയൻ ചെയ്യാം. ഒന്നുമില്ലെങ്കിൽ ഒരു ബിഗ് ബേബിയാണ്, ഇല്ലെങ്കിൽ വേറെ 2 ബേബീസുണ്ട്. പക്ഷേ എനിക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ബേബിയുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടും മദറിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടും നമുക്ക് സിസേറിയൻ ചെയ്യാമെന്ന് പറഞ്ഞ് അവരും അഗ്രി ചെയ്ത് ഞങ്ങൾ പ്രിപ്പയർ ചെയ്തു. ഓപ്പൺ ചെയ്തപ്പം അതൊരു കൺജോയിൻറ്റ് ട്വിൻസ് ആയിരുന്നു. സയാമീസ് ട്വിൻസ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ ചെസ്റ്റിൻ്റെ ഭാഗത്ത് ജോയിൻ്റ് ആയിട്ടുള്ള 2 ബേബീസ്. ലൈവായിരുന്നു എടുത്തപ്പം, പക്ഷേ നമുക്ക് ഷിഫ്റ്റ് ചെയ്യാനൊന്നും പറ്റിയില്ല. അതിന് മുമ്പ് തന്നെ ബോത്ത് ബേബീസ് പാസ്റ്റ്. എല്ലാവർക്കും അത് മനസ്സിലാവും, കാരണം അവർ ഭയങ്കര ഡിഫിക്കൾട്ടാണ്. ഈ ഹെഡ് മാത്രം വേറെയും പിന്നെ 2 കാലും ഉണ്ട്, പിന്നെ ഒരു 2 കാല് ഫ്യൂസ്ഡ് ആയിട്ട്, കൈയും ഇതുപോലെ 2 കൈയുണ്ട്. ബാക്കി ചെസ്റ്റും തൊറാക്സും പെൽവിസും എല്ലാം ഒറ്റ ജോയിൻ്റ് ആയിട്ടിരിക്കുന്നത്. അപ്പോൾ അവർ ഇന്നത്തെ കാലത്ത് ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും, അന്നൊന്നും അതിന് കറക്റ്റീവ് സർജറിയും പറ്റിയൊന്നുമില്ല. ആൻഡ് ബേബീസ് പാസ്റ്റ് ബേബി, അത് എനിക്കൊരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ഇതാണ്. ബട്ട് എനിക്കൊരു ഭാഗ്യം കിട്ടിയത്, ഞാൻ ആ ബേബി വലിയ സൈസാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ നോർമൽ ഡെലിവറിക്ക് വെച്ചില്ല. കാരണം ഒരു ഹെഡ് ഒത്തിരി താഴോട്ട് ഇറങ്ങിയിരിക്കുന്നുണ്ടായിരുന്നു, പക്ഷേ നോർമൽ ഡെലിവറിക്ക് വെച്ചില്ല. സിസേറിയൻ കൊണ്ടുപോയി ചെയ്തതുകൊണ്ട് ആ മദറിൻ്റെ യൂട്രസിനെയും നമുക്ക് സേവ് ചെയ്യാൻ പറ്റി. ആക്ച്വലി പണ്ട് കാലത്ത് ഞങ്ങളൊക്കെ, എൻ്റെയൊക്കെ ഓർമ്മയിൽ എപ്പോഴും ഒരു ഫാമിലി ഡോക്ടറുണ്ട് എല്ലാവർക്കും. അതായത് എന്ത് വന്നാലും ആ ഡോക്ടറെ അടുത്ത് പോകും. ആ ഡോക്ടറാണ് പിന്നെ വേറെ എവിടോട്ടെങ്കിലും ഗൈഡ് ചെയ്യണത്, ഫിസിഷ്യനെ ഇത് അല്ലെങ്കിൽ അതിനൊക്കെ പിന്നെയും എല്ലാവരും വേണമെങ്കിൽ ചിലപ്പോൾ പോകുമായിരിക്കും ലേഡി ഡോക്ടറെ അടുത്ത്, എങ്കിലും ഫാമിലി ഡോക്ടർ കൺസൾട്ട്. ഇപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എല്ലാം സ്പെഷ്യലൈസേഷനും സൂപ്പർ സ്പെഷ്യലൈസേഷനുമാണ്. അതില്ലാതെ സർവൈവ് ചെയ്യാനും പറ്റൂല, നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ഒരു രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേഷ്യൻ്റാണ് ഡിസൈഡ് ചെയ്യണത് ആരെയാണ് കാണാൻ പോകേണ്ടതെന്ന്. തലവേദന ഉണ്ടെങ്കിൽ നേരെ ന്യൂറോളജിസ്റ്റിൻ്റെ അടുത്ത് പോവുക. ആക്ച്വലി അതിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. ഒരു ചെസ്റ്റ് പെയിൻ വന്നാൽ നേരെ കാർഡിയോളജിസ്റ്റിൻ്റെ അടുത്ത് പോവുക. ചിലപ്പോൾ അതിൻ്റെ ആവശ്യം ഉണ്ടാവില്ല, ചിലപ്പോൾ അത് വേണ്ടി വരുമായിരിക്കും ഒരു എമർജൻസി ആണെങ്കിൽ. അല്ലാതെ ഉള്ളത് ആ ഒരു ജനറൽ പ്രാക്ടീഷണർ ഉണ്ടെങ്കിൽ ജനറൽ പ്രാക്ടീഷണറിൻ്റെ അടുത്ത് പോകുന്നതാണ് എപ്പോഴും നല്ലത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അങ്ങനെയുള്ള ആ ഒരു ഗ്രൂപ്പ് വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുക. നമ്പർ MBBS കഴിഞ്ഞ് പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടേഴ്സിൻ്റെ എണ്ണം വളരെയേറെ കുറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ പിന്നെ പേഷ്യൻറ്റിന് അങ്ങനെ ഒരു ഡോക്ടർ ഉണ്ടാവില്ല. എന്നാലും മിക്കവാറും എല്ലാവർക്കും ഒരു ഫേവറേറ്റ് ഒരു ഫിസിഷ്യനോ അല്ലെങ്കിൽ ഒരു ഗൈനക്കോളജിസ്റ്റ്, ലേഡീസ് ആണെങ്കിൽ മിക്കവാറും അവർക്കൊരു ഗൈനക്കോളജിസ്റ്റ് ഉണ്ടാവും. ഇല്ലെങ്കിൽ ഞാൻ അവരോട് പറയും, നിങ്ങളൊരു ഗൈനക്കോളജിസ്റ്റിനെ സെലക്ട് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ ഡോക്ടറെ പോയി കണ്ടോ, ആ ഡോക്ടർ പറഞ്ഞാൽ വേറൊരു ഡോക്ടറെ പോയി കാണിച്ചാൽ മതി. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഫാമിലി ഫിസിഷ്യൻ എന്നുള്ള ആ ഒരു ഇത് ഫാമിലി മെഡിസിനൊക്കെ വരുന്നുണ്ട്. അത് നമ്മൾ എൻകറേജ് ചെയ്ത് കൊണ്ടുവരണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ ഒരു ജനറൽ ഡോക്ടറെ ആദ്യം കണ്ടാൽ ഒരുപാട് അൺനെസസറി ആയിട്ടുള്ള ഹോസ്പിറ്റൽ അഡ്മിഷൻസും ഇൻവെസ്റ്റിഗേഷൻസും ഒക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. കോസ്റ്റും കുറേയൊക്കെ കട്ട് ചെയ്യാൻ പറ്റും. കാരണം അവർ കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ അവർ ട്രീറ്റ് ചെയ്തോളും. പിന്നെ അവർക്ക് പറ്റാത്തത് മാത്രം അടുത്ത ഇതിലേക്ക് പോയാൽ മതിയല്ലോ. രോഗി ഡോക്ടർ ബന്ധം മാറാൻ പല കാരണങ്ങളുണ്ട്. ഒന്ന് എന്താണെന്ന് വെച്ചാൽ ഈ അറിവ് കൂടുതലുണ്ട് ഇപ്പോൾ ആൾക്കാർക്ക്. അത് ചിലപ്പോൾ പലപ്പോഴും കറക്റ്റായിരിക്കില്ല, പക്ഷേ ഗൂഗിൾ ചെയ്തും മറ്റുള്ളവരുമായിട്ട് ഡിസ്കസ് ചെയ്തും ഒക്കെ. പണ്ടെന്ന് പറയുമ്പോൾ ഡോക്ടർ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ അത് അങ്ങ് വേദവാക്യമായിട്ട് അങ്ങ് ആക്സെപ്റ്റ് ചെയ്ത് അവരങ്ങ് പൊക്കോളും. ഇപ്പോഴെന്ന് പറയുമ്പോൾ അവർ ചോദ്യം ചെയ്യാൻ തുടങ്ങിയിരിക്കണം. അതൊരു തെറ്റായിട്ട് എനിക്ക് തോന്നണില്ല. ക്വസ്റ്റ്യൻ ചെയ്യണതിന് കുഴപ്പമില്ല, നമ്മുടെ സംശയങ്ങൾ തീർക്കണതിന് കുഴപ്പമില്ല. പക്ഷേ അത് ഇന്നത്തെ ജനങ്ങളിപ്പം ഡോക്ടറെ മാത്രമല്ല എല്ലാവരെയും എന്ത് പറഞ്ഞാലും ഉടനെ അടിയും വെട്ടും കുത്തുവാണല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണെന്ന് തോന്നുന്നത്. അവർക്ക് അവരുടെ മനസ്സിൽ അവർ വിചാരിക്കുന്ന കാര്യം നടക്കാതെ വരുമ്പം അവർ പ്രതികരിക്കണത്, പ്രത്യേകിച്ച് ഇന്നത്തെ ജനറേഷൻ പ്രതികരിക്കുന്നത് വയലൻസുമായിട്ടാണ്. അപ്പോൾ ഇവിടെ അത് കുറച്ചും കൂടി കൂടുതലാണ്. കാരണം ഒരു ലൈഫല്ലേ, ഒരു ജീവനല്ലേ. ഒരാളെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് ഒരു ഇതും ഇല്ലാണ്ട് കൊണ്ടുവന്നാൽ പോലും എന്തെങ്കിലും പറ്റിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, എത്ര ക്രിട്ടിക്കലായിട്ടുള്ള രോഗിയാണെങ്കിൽ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഉടനെ അത് ആരുടെയെങ്കിലും മേലിൽ ആ കുറ്റം ചുമത്തുക എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ് ഇപ്പോൾ ജനങ്ങൾക്കുണ്ടാകും. അപ്പോൾ അത് നമ്മൾ ഓവർകം ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന്, ഈ പറഞ്ഞ മാതിരി നമ്മുടെ ഹോസ്പിറ്റൽസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും നമ്മുടെ ഡോക്ടേഴ്സിനെയും സ്റ്റാഫിനെയും എല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള സെറ്റപ്പ് എല്ലാം നമ്മൾ ഹോസ്പിറ്റലിൽ ഉണ്ടായിരിക്കണം.
അതിനോടൊപ്പം തന്നെ നമ്മളും മെൻ്റലി കുറച്ച് പ്രിപ്പയർഡ് ആയിരിക്കണം. ഇപ്പോൾ ഒരു പെട്ടെന്നൊരു അറ്റാക്ക് ഉണ്ടായാൽ നമ്മുടെ മെൻ്റൽ എന്താ പറയുക പ്രസൻസ് ഓഫ് മൈൻഡ് നഷ്ടപ്പെടാതെ നമ്മൾ അതിനെ ഓവർകം ചെയ്യാൻ. ഇപ്പോൾ നമ്മുടെ ആ ഒരു കുട്ടി കഴിഞ്ഞ വർഷം പോയില്ലേ, വന്ദനാദാസ് എന്ന് പറഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ ആ കുട്ടി പകച്ചു പോയി. അതാ പറ്റിയത്. ഷി ഡിഡ്ന്റ് നോ വാട്ട് ടു ഡു. നമ്മളും ചിലപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ വരുമ്പോൾ നമ്മളും അങ്ങനെ ആയിപ്പോകും. നമ്മൾ ഓർക്കില്ല എന്താ ആ കുട്ടി മാത്രം ഓടിയില്ല, ബാക്കി എല്ലാവരും ഓടി. അങ്ങനെ നമ്മൾ കോർണേർഡ് ആകുമ്പോൾ നമുക്കൊന്നും ചിന്തിക്കാനോ മിണ്ടാനോ ഒന്ന് വാ തുറന്ന് കരയാൻ പോലും പറ്റാത്ത ഒരു സ്റ്റേജിലായിരിക്കും നമ്മൾ നിൽക്കുന്നത്. അപ്പം നമ്മൾ ആ പഠിക്കുന്ന കാലം മുതലേ വി ഷുഡ് ബി പ്രിപ്പയർഡ്. ഇങ്ങനത്തെ കാര്യത്തിനും കൂടി നമ്മുടെ സിലബസിൽ അതൊന്നും ഇല്ല, മനസ്സിലായോ? അപ്പോൾ ആ ഒരു സിലബസിൽ അതും കൂടി നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത് ആ രീതിയിൽ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവരിക. ഒന്ന്. രണ്ടാമത് എന്നാ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബാഡ് ന്യൂസ് ബ്രേക്ക് ചെയ്യണേനും ഇപ്പോഴത്തെ കുട്ടികൾക്ക് അതിനൊക്കെ ഉള്ള ട്രെയിനിങ് ഉണ്ട്, അവരെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് അത്. അപ്പോൾ ആ കാര്യങ്ങൾ എങ്ങനെ ഡീൽ ചെയ്യണം, ആരെയൊക്കെ നമ്മൾ അടുത്ത് വിളിച്ച് ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം, ഈ ക്രൗഡിനെ നമ്മളെങ്ങനെ കൺട്രോൾ ചെയ്യണം. കാരണം ആവശ്യമുള്ളവരും ആവശ്യമില്ലാത്തവരും ഒക്കെ ഉണ്ടാവും അവിടെ. പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളത് വഴക്കുണ്ടാക്കുന്നത് ഇതുമായിട്ട് യാതൊരു കണക്ഷനും ഇല്ലാത്ത ആൾക്കാരായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അൺനെസസറി ആയിട്ടുള്ള ആൾക്കാരെ ഇൻക്ലൂഡ് ചെയ്യാതെ ആവശ്യമുള്ളവരെ മാത്രം വിളിച്ചിട്ട് സംസാരിക്കുക. പിന്നെ അവരെ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക പേഷ്യൻ്റെ കണ്ടീഷനെ പറ്റി. ഒന്നും ഒളിച്ചു വെക്കാതെ എന്തെങ്കിലും ഒരു ക്രിട്ടിക്കൽ കണ്ടീഷൻ ഉണ്ടെങ്കിൽ അതവരെ വിളിച്ച് വിശദമായിട്ട് അവരുടെ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. ഓരോ സ്റ്റേജസും അവരോട് ആരെങ്കിലും ഒരാൾ, ഇപ്പം ട്രീറ്റിംഗ് ഡോക്ടർ അല്ലെങ്കിലും അസിസ്റ്റൻറ്റ് ഡോക്ടേഴ്സ് ആരെങ്കിലും വന്ന് അവർക്ക് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്കിത് കൺട്രോൾ ചെയ്യാൻ പറ്റും. പക്ഷേ എങ്കിലും ഐ തിങ്ക് ഇറ്റ്സ് ഗെറ്റിംഗ് ഫ്രം ബാഡ് ടു വേഴ്സ്. അത് കേരളത്തിൽ മാത്രമല്ല, ലോകത്തെല്ലായിടത്തും ഇത് തന്നെയാണ് കണ്ടീഷൻ. മെഡിസിൻ അല്ലെങ്കിൽ മെഡിക്കൽ പ്രൊഫഷൻ എന്ന് പറയുന്നത്, ഒന്നാമത് മെഡിക്കൽ കോഴ്സ് എന്ന് പറയുന്നത് ഏറ്റവും നീളം കൂടിയ ഒരു കോഴ്സാണ്. കാരണം ഈ 4.5 വർഷത്തെ MBBS-ഉം പിന്നെ ഇൻറ്റേൺഷിപ്പും അത് കഴിഞ്ഞ് പിന്നെ പോസ്റ്റ് ഗ്രാജുവേഷനും പിന്നെ അത് കഴിഞ്ഞ് സൂപ്പർ സ്പെഷ്യലൈസേഷനും എല്ലാം കൂടി ഒരു ഓൾമോസ്റ്റ് ഒരു 10 to 12 years എടുക്കും നമ്മളൊരു പൂർണ്ണ ഡോക്ടറായിട്ട് വരാൻ. അപ്പോൾ ഒരു 18 വയസ്സിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 30 വയസ്സാകുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ലക്കി ആയിട്ടുള്ള ഫ്യൂവേ ഉള്ളൂ ആ പുറകെ ഇതെല്ലാം കിട്ടിപ്പോണം. പിന്നെ പ്രിപ്പയർ ചെയ്യണ സമയം അതെല്ലാം ഉണ്ടല്ലോ. അപ്പോൾ ശരിക്കും ജെനുവിൻലി, അതായത് ഇപ്പം ഈ മെഡിക്കൽ പ്രൊഫഷൻ എല്ലാവർക്കും ഒരു ആവേശം പോലെയാണ്. ആക്ച്വലി അത്രയ്ക്ക് ആവേശം കൊള്ളേണ്ട മാത്രമുള്ള ഒരു അട്രാക്ഷനൊന്നും ഈ പ്രൊഫഷനും ഉണ്ടോ എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. നമ്മൾ ജെനുവിൻലി നമുക്ക് അതിനകത്ത് ഒരു പാഷൻ ഉണ്ടെങ്കിൽ, ഇഫ് യു റിയലി വോണ്ട് ടു സെർവ് പീപ്പിൾ ഇൻ ദിസ് വേ ആസ് എ ഡോക്ടർ, അങ്ങനെയുള്ള ഒരാൾ മാത്രമേ ഇതിനു വേണ്ടി പ്ലാൻ ചെയ്യാവുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് പറയാനുള്ളത്. കാരണം വെസ്റ്റിലേക്കൊക്കെ ചെന്ന് കഴിഞ്ഞാൽ മെഡിക്കൽ പ്രൊഫഷൻ അവർക്ക് വലിയ അട്രാക്റ്റീവായിട്ടുള്ളൊരു പ്രൊഫഷൻ അല്ല. ആരും കുറച്ച് പേര് മാത്രമേ അതിന് പോകുന്നുള്ളൂ. വേറെ എന്തോരം പ്രൊഫഷൻസ്. അപ്പോൾ ഒന്ന് നമ്മൾ ചൂസ് ചെയ്യണത് പ്രൊഫഷൻ. 2 നമ്മൾ ഈ കോഴ്സിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻ്റലിജൻസിനെക്കാട്ടി കൂടുതൽ ഹാർഡ് വർക്കാണ് ഇവിടെ വേണ്ടത്. യു ഷുഡ് ബി വില്ലിങ് ടു വർക്ക് ഹാർഡ് എന്ന് പറഞ്ഞാൽ പഠിത്തവും അതെ, പ്രാക്ടിക്കൽ സൈഡും അതെ. പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഹാർഡായിട്ട് വർക്ക് ചെയ്യാൻ, അല്ലാതെ എനിക്കിപ്പോൾ ഉറങ്ങണം, എനിക്ക് അങ്ങനെ ചെയ്യണം, അങ്ങനെ ഒരു ലാക്സ് ആയിട്ടുള്ളൊരു ക്യാരക്ടർക്ക് പറ്റിയ ഒരു പ്രൊഫഷൻ അല്ല ഈ മെഡിക്കൽ പ്രൊഫഷൻ. അപ്പോൾ ഇങ്ങനെയൊരു ഇതുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. രണ്ടാമത് നമ്മൾ ആ ഇൻറ്റേൺഷിപ്പ് പീരീഡിൽ ഞാൻ എപ്പോഴും കുട്ടികൾക്ക് പറഞ്ഞു, ഞാനൊരു മെഡിക്കൽ കോളേജിലാണല്ലോ വർക്ക് ചെയ്യണത്, കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ സ്പെഷ്യലൈസ് ചെയ്യും, സൂപ്പർ സ്പെഷ്യലൈസ് ചെയ്യും, പക്ഷേ ആ ബേസ് എവ്രി സബ്ജക്റ്റ് എവ്രി പോസ്റ്റിംഗ് നമ്മൾ ആത്മാർത്ഥമായിട്ട് ആ പോസ്റ്റിങ്ങിന് പോയി പോസ്റ്റിങ്ങിൽ നിന്ന് പഠിച്ച് നമ്മൾ വന്നാൽ മാത്രമേ നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഏത് സ്പെഷ്യാലിറ്റി ആണെങ്കിലും നമുക്ക് ആ രോഗിയുടെ പൂർണ്ണമായിട്ട് ആ രോഗീനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ആ ഒരു കമ്പാഷനും ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങും എമ്പത്തിയും എല്ലാം കൊണ്ട് വേണം നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങാൻ. അല്ലാതെ ഇങ്ങനെ ഒരു പേഷ്യൻ്റ് ഡോക്ടർ ഒരു കേസ് അങ്ങനെയല്ല നമ്മൾ ആ പേഷ്യൻറ്റിനെ കാണുന്നത്. നമ്മൾ ആ പേഷ്യൻറ്റിനെ ഒരു വ്യക്തിയായിട്ട് കണ്ട് നമ്മൾ അവരുടെ വിഷമങ്ങളും എല്ലാം മനസ്സിലാക്കാനും അല്പസമയം അവരുടെ കൂടെ സ്പെൻഡ് ചെയ്ത് അവരുടെ സങ്കടങ്ങൾ പറയാനുള്ള ചാൻസ് കൊടുക്കാനും ഒക്കെ നമ്മൾ ഒരു മെക്കാനിക്കലായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആവാൻ പാടില്ല. അതായിരിക്കണം ഡോക്ടേഴ്സിൻ്റെ ഒരു ജനറൽ ഔട്ട്ലുക്ക്.